നമസ്കാരം. പ്രധാന വാർത്തകൾ. വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. വളപട്ടണം പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് മഴ കനക്കുന്നതിനിടെ കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. വളപട്ടണം പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഴശ്ശി അണക്കെട്ടിൽ ജലനിരപ്പ് ഏത് നിമിഷവും ക്രമീകരിക്കേണ്ടി വന്നേക്കാം എന്നും അറിയിപ്പുണ്ട്. കൂട്ടുപുഴ ഭാഗത്ത് പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ഇരിട്ടി താലൂക്കിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂൾ താൽക്കാലികമായി അടച്ചു. പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നാലെ ഉയർന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂൾ താൽക്കാലികമായി അടച്ചു. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കില്ല എന്ന് സ്കൂൾ മാനേജർ അറിയിച്ചു. നാളെ വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളും അടക്കം യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേരെ മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു. അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ പാക് സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയതെന്ന് അവകാശപ്പെടുന്ന പാക് സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ തെക്കൻ വസീരിസ്ഥാന് സമീപത്ത് സരാരോഗിയിൽ വെച്ച് പാക് താലിബാൻ ഭീകരവാദികളുമായുള്ള ഏറ്റുമുട്ടലിലാണ് മേജർ സയ്യിദ് മോയിസ് അബ്ബാസ് ഷാ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. സംസ്കാര പ്രാർത്ഥനകളിൽ പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ പങ്കെടുത്തതായും പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരമെന്നും റിപ്പോർട്ടുണ്ട്. ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. അണക്കെട്ടുകളിൽ നിന്ന് കൂടുതൽ ജലം തുറന്നുവിട്ടതോടെ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായി മുങ്ങി. ഈ കാലവർഷത്തിൽ 2ാം തവണയാണ് ക്ഷേത്രം മുങ്ങുന്നത്. ഇതിനു മുമ്പ് ഇക്കഴിഞ്ഞ 16-നാണ് മുങ്ങിയത്. ഇതേ തുടർന്ന് പിതൃതർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായി കരയിലേക്ക് മാറ്റിയിരുന്നു. അണക്കെട്ടുകൾ തുറന്നതിനൊപ്പം ഇന്നലെ ഇടയ്ക്കിടെ എറണാകുളം ജില്ലയിൽ കനത്ത മഴ പെയ്തതും ജലനിരപ്പ് ഉയരാൻ കാരണമാക്കി. പോത്തുകല്ലിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവം മൃതദേഹം മറുകരയിൽ എത്തിക്കാനുള്ള ശ്രമം ദുഷ്കരം. വാണിയാമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം ചാലിയാർ പുഴയുടെ മറുകരയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. മൃതദേഹം ഇന്ന് ഇക്കരയിലെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ശ്രമം. അതേസമയം ചാലിയാറിൽ കനത്ത കുത്തൊഴുക്ക് തുടരുന്നതിനാൽ ദൗത്യം ദുഷ്കരമാവുകയാണ്. ഇന്നലെ രാവിലെ കൂൺ ശേഖരിക്കാൻ പോയപ്പോഴാണ് ബില്ലിയിലെ കാട്ടാന ആക്രമിച്ചത്. ഇന്നലെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ചാലിയാർ പുഴയിൽ അഗ്നിരക്ഷാസേനാ സംഘം ഒഴുക്കിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മൃതദേഹം മാറ്റാനുള്ള രാത്രിയിലെ ശ്രമം ഉപേക്ഷിച്ചു.